നമുക്കൊരാവശ്യം വരുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാർ അതിൻ്റെ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നുണ്ട് നെവിന്. എത്രമാത്രം എഫേർട്ടാണ്, എന്തുമാത്രം കാര്യങ്ങളാണ് അവരുടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം അങ്ങനെ ആരും ചെയ്യില്ല. നൂബിൻ ചെയ്യുമായിരിക്കും എൻ്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട്. പിന്നെ അത്രയും ഇഷ്ടമുള്ള 1-2 പേരും കൂടി ചെയ്യുമായിരിക്കും. അതുപോലെ നിന്നെ അറിയാത്ത 2-3 പേര് ചെയ്യുന്നെന്നുള്ളതാണ് അതൊരു ഗ്രേറ്റ് തിങ്. സത്യമൊന്ന് നെവിൻ പറയുന്നുണ്ട്. ഈവൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് പോലും അങ്ങനെ ചെയ്തെന്ന് വരത്തില്ല നെവിൻ പറയുന്നു. ഇവരെയും കൂടെ കമ്പയർ പോലും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ബിന്നി. അത് ഞാൻ പറയും. എന്നെ അവരെത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ എത്ര നാൾ ഇവിടെ നിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് പറയണേന്ന് പറഞ്ഞ് അന്നേരം ഞാൻ പറഞ്ഞേക്കാം. ബിന്നി പറയുകയാണേ. നെവിൻ അല്ല, ഡോക്ടർ ബിന്നീനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എൻ്റെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടി നീ ഒന്നും കണ്ടിട്ടല്ല, നീ രക്ഷപ്പെടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ബിന്നി പറയണേ. വേറൊന്നും കണ്ടല്ല, യു ആർ ഡിസേർവിങ്. അങ്ങനെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു പ്രോബ്ലങ്ങളും പറഞ്ഞിട്ടില്ലെന്ന് നെവിൻ പറയുന്നുണ്ട്. അത് പറയാതെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളവരെ സംബന്ധിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരിങ്ങനെ കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് അതില്ല ഇതില്ല എന്നൊക്കെ. ശരിക്കും നമ്മളെ വിൽക്കരുത്. ബിന്നി പറയാണ്, നമ്മുടെ പ്രോബ്ലംസിനെ നമ്മൾ വിൽക്കരുത്. അപ്പം നെവിൻ പറയുന്നുണ്ട് വിൽക്കില്ല. അതിലും വലിയൊരു ചീപ്നെസ് എനിക്കറിയില്ലെന്ന് ബിന്നി. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അത് നമ്മൾ പറയാതെ തന്നെ എല്ലാവരും മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു ക്വാളിറ്റി വരിക. ആൾക്കാർ മനസ്സിലാക്കണം ഇത്രയും ദിവസം നിൽക്കുമ്പോൾ. അല്ലാതെ എപ്പോഴും ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കുന്നതിനകത്ത് അതിൽ പരം ഒരു ചീപ്നെസ് വേറെ ഇല്ലെന്നും ബിന്നി പറയുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ, ഞാൻ ഇപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് നെവിൻ പറയുന്നു. മനുഷ്യൻ അങ്ങനെ ഫൈനാൻഷ്യലി വലിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ ഒന്നുമല്ല, വെറും സാധാരണക്കാരനാണ്. അനീഷേട്ടൻ ഇവിടെ സാധാരണക്കാരനാണെന്ന് പറയുമെങ്കിലും അതിലും മോശം അവസ്ഥയുള്ളവർ ഇവിടെ ഉണ്ട്. അവരത് പറയുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കറിയാവുന്നുണ്ട്, നമുക്കത് അറിയാം. ഒരുപാട് മോശം അവസ്ഥയിൽ നിന്ന് വന്നവരുണ്ട്. രന തന്നെ 19 ആയതേ ഉള്ളൂ. അവളിങ്ങനെ അടിച്ചു പൊളിച്ച് എല്ലാം നടക്കുന്നതൊക്കെ ഉണ്ടെങ്കിലും ഷീ ബിൽഡ് കരിയർ. ഒന്നുമില്ലാത്തടത്തു നിന്ന് കൊണ്ടുവന്നതാണ് അവൾ ഇവിടെ വരെ. യങ് ഏജിൽ അവൾ ഇവിടെ വരെ കയറി വന്നു. അങ്ങനെ ഓരോരുത്തരും കയറി വന്നതാണ് ഇവിടെ. ചിലർ കരഞ്ഞു പറയുന്നു, പക്ഷെ പറയാത്ത ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് അറിയാമല്ലോ. ബിന്നി പറയുന്നതിൻ്റെ സാരം ജനങ്ങൾ ഇഷ്ടപ്പെട്ട് വെച്ചിരിക്കുന്നത് ഡിസേർവിങ് അല്ലാത്ത ആരെയോ ആണെന്നുള്ള ഒരു സംഗതിയിലോട്ടാണ് സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് ഡ്രാമ മാറ്റേഴ്സ് എന്ന് ബിന്നി പറയുന്നു. നമുക്കത് വിറ്റ് കാശാക്കണമെന്നുണ്ടെങ്കിൽ, പിന്നെ നമുക്ക് ചീപ്പായിട്ട് വോട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാം. അത് വേറെ. അതല്ലാതെ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ നമ്മൾ പറയുന്നത് വേറെ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്. എനിക്ക് ആ ഒരു ഡയലോഗാണ് ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ ഓർമ്മയിൽ വരുന്നത്. ബിന്നിക്ക് അത് നന്നായിട്ട് ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് നേരെയാവത്തില്ല. എവിക്റ്റായിട്ട് പോയെന്ന് പറഞ്ഞാലും ബിന്നിയുടെ സ്വഭാവത്തിന് യാതൊരു ചേഞ്ചസും ഇല്ല.